രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ പാലക്കാട്ട് BJP ഉപതെരഞ്ഞെടുപ്പിന് വാശി പിടിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്ന് പറയുന്നു BJP. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഗുണം ചെയ്യില്ലെന്ന് BJP പറയുന്നു. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വം നിയമോപദേശം തേടുന്നതിനിടയിലാണ് BJPയുടെ ആ നിലപാട് പുറത്തു വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ബൈ ഇലക്ഷൻ നടന്നാൽ ലക്ഷ്യം മാറിപ്പോകും എന്നുകൂടി BJP പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചാൽ പാലക്കാട് ബൈ ഇലക്ഷന് വാശി പിടിക്കില്ല എന്ന് തന്നെ ഇപ്പോൾ BJP പറയുകയാണ്. നേരത്തെ ഇപ്പം അലക്സ് മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലക്സ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും SK നേരത്തെ ഈ പറഞ്ഞ രാഹുൽ BJP ഇപ്പൊ പറഞ്ഞിട്ട് അവരുടെ അഭിപ്രായം പിന്നീട് മാറ്റൂ. തന്ത്രമാവാൻ ചിലപ്പോ അല്ലേ ഇവര് കുടിച്ചാടി അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പുമായി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു അല്ലേ. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ BJP അവിടെ സമ്മർദ്ദം ചെലുത്തിയാൽ വേണമെങ്കിൽ പെട്ടെന്ന് ഇലക്ഷൻ തീരുമാനിക്കാം. എന്തായാലും നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങി വരാം. അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി നേതാക്കൾ ഒന്നിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഭീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇപ്പോൾ രാജി ഉടൻ വേണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതൽ KPCC നേതൃത്വം വരെ പറയുന്നത്. എന്നാൽ പാലക്കാട്ടും പീരുമേട്ടിലും ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പരമ്പരകൾ നേരിടേണ്ടി വരുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭീതി കുഴപ്പമാകും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, വിശദാംശങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ ഇപ്പോഴുള്ള അവരുടെ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ അവരുടെ ഒരു ഭയം എന്ന് പറയുന്നത് അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. കാരണം വളരെ പണിപ്പെട്ടവർ വീണ്ടും നിലനിർത്തിയ ഒരു സീറ്റ് എന്ന നിലയിൽ വലിയ വെല്ലുവിളികളുള്ള BJP വലിയ വെല്ലുവിളി ഉയർത്ത ഒരു സീറ്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള സാഹചര്യത്തിൽ അത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ, സ്റ്റേറ്റ് വൈഡ് അതൊരു ട്രെൻഡായി മാറുമോ എന്നൊക്കെയുള്ള ആശങ്ക കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കില്ല എന്നുള്ളത് തന്നെ, ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അഭിപ്രായം. പക്ഷേ ആ വിഷയത്തിൽ നിയമോപദേശം തേടാൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഉപദേശം ലഭിച്ചാൽ ഒരു പ്ലാൻ ബിയും ഇതിനോടകം തന്നെ KPCC നേതൃത്വം ആലോചിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്ലാൻ ബി ഏതെങ്കിലും തരത്തിൽ BJP സമ്മർദ്ദം ചെലുത്തി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഉപതെരഞ്ഞെടുപ്പ് വരും മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ ബി. ഏതായാലും അതൊരാശങ്കയായി കോൺഗ്രസിന്റെ മേലിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്കാര്യത്തിൽ പക്ഷേ വിട്ടുവീഴ്ചയില്ല. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് നേരിടുക അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് KPCC എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം അലക്സ് മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരും. BJP ഒരു ഉപതെരഞ്ഞെടുപ്പ് താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിനുവേണ്ടി വാശി പിടിക്കില്ല എന്നാണ് പറയുന്നത്, സമ്മർദ്ദം ചെലുത്തില്ല എന്നാണ് പറയുന്നത്. അലക്സെ അത് ഉറപ്പിക്കാമോ? അങ്ങനെ അലക്സ് BJPക്കാരനാണ് ഉറപ്പിക്കുന്നത്. ഹാഷ്മി, BJP സംബന്ധിച്ച് BJPയുടെ A+ കാറ്റഗറി മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. പാലക്കാട്ട് BJP നടത്തുന്നത് അത്യുഗ്ര പോരാട്ടങ്ങളായിരുന്നു കഴിഞ്ഞ നിയമസഭാ മത്സരങ്ങളിലൊക്കെ BJP നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സംശയിക്കുന്നത് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ BJP ഫോഴ്സ് ചെയ്യുമോ, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി BJP ഫോഴ്സ് ചെയ്യുമോ, BJPക്ക് ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കാനാകുമോ എന്ന സംശയത്തിലാണ് കോൺഗ്രസ് നേതൃത്വം നിലവിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി പോലും KPCC പ്രവചിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കാനിരിക്കുന്നത് ഈ ഒരു തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അതിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ ആവശ്യമില്ല, അത് അനാവശ്യമാണെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി BJP വാശി പിടിക്കില്ല, അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യില്ല സംസ്ഥാന BJP എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഗുണം ചെയ്യില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് 25% വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് BJP സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ആ ലക്ഷ്യം അത് മാറിപ്പോകുമെന്നാണ് BJP വിലയിരുത്തുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് എവിടെയും ആവശ്യപ്പെടില്ല എന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ തീരുമാനം സ്വാഭാവികമായി എടുക്കേണ്ടത് ദേശീയ നേതൃത്വം തന്നെയായിരിക്കും. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് സംസ്ഥാന നേതൃത്വവും മുഖവിലേക്ക് എടുക്കേണ്ടി വരും. സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുന്നു, പാലക്കാട് MLA രാജിവെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ഫോഴ്സ് ചെയ്യില്ല. ഈ ഘട്ടത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനുശേഷം 4 മാസത്തിനുള്ളിൽ പുതിയ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാൻ പോകുന്നു. അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.